ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയാകുന്നുവല്ലോ ഇന്ന്. ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മളെല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തക്ക വിധം പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന മണിക്കൂറിൽ ദൈവമക്കളെ, ഇന്നത്തെ സുവിശേഷ ഭാഗം കൂനിയായ സ്ത്രീയുടെ കൂന് നിവർത്തുന്ന യേശുതമ്പുരാൻ്റെ മഹത്വത്തിൻ്റെ ആ ഒരു വലിയ ദൈവിക പ്രവർത്തനങ്ങളുടെ വെളിപ്പെടുത്തൽ കൂടിയാണ്. ദൈവമക്കളെ, ഈ വേദഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലുമെല്ലാം സ്ത്രീ എപ്പോഴും ഒരു മാർജിനലൈസ്ഡ് ആയിരുന്നു. അവർക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ ക്രിസ്തു അവരെ ആരാധനാ സ്വാതന്ത്ര്യത്തിലേക്ക്, അവരുടെ അടിമത്വത്തിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ക്രിസ്തു ഒരു വിമോചനം നൽകുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് ആശ്വാസമായി മാറുകയാണ്. നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒപ്പിയെടുക്കുമ്പോൾ, അവർക്കൊരു കൈത്താങ്ങായി മാറുമ്പോൾ, അവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ വാക്കായി നമ്മുടെ സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മാറ്റപ്പെടുമ്പോൾ, ദൈവമക്കളെ, ആ കുടുംബം, ആ ദേശം, ആ ഗ്രാമം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഈ നോമ്പിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒറ്റപ്പെട്ടു പോയവരെയും എല്ലാം ചേർത്ത് പിടിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടിലിൽ ജയ് മോനച്ചൻ.